മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം, ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിന്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, തിരുസാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മത്തായി സുവിശേഷം അധ്യായം 4 വാക്യങ്ങൾ 18-19. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൈവമേ, അങ്ങയുടെ വചനത്തിനായി അങ്ങയുടെ പാദാന്തികത്തിലിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹവും അഭിഷേകവും ശക്തിയും ചൈതന്യവും ആത്മനിറവും ആത്മാവും ജീവനുമാകുന്ന അങ്ങയുടെ വചനത്തിലൂടെ ഈ നിമിഷങ്ങളിൽ പ്രദാനം ചെയ്യണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ അങ്ങ് അയക്കണമേ. വചനത്താൽ സൗഖ്യവും മാനസാന്തരവും, വചനത്താൽ വിശ്വാസവർദ്ധനവും പുത്തൻ ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ വളരെ മനോഹരമായ ഒരു തുടക്കം അതിന്റെ 4-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. വളരെ ദൃഢമായ 3.5 വർഷം ഒപ്പം നിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ തുടക്കം മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഗലീലിയയുടെ കടൽ തീരത്തുകൂടെ ഏറ്റവും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നീങ്ങുന്ന ക്രിസ്തുനാഥനെ, ആരെയോ പ്രതീക്ഷിച്ച് എന്നതുപോലെ ഗലീലിയിലൂടെ സഞ്ചരിക്കുന്ന ദൈവപുത്രനെ മത്തായിയുടെ സുവിശേഷം നമുക്ക് 4-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജീവിതാനുഭവമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആയിരിക്കുന്ന ഗലീലി കടൽ തീരങ്ങളിൽ നമ്മുടെ ദൈവം, നമ്മുടെ ഗുരുനാഥൻ, സൗഖ്യദായകൻ, നമ്മുടെ രക്ഷകൻ നമ്മെ അന്വേഷിച്ച്, നമ്മെ തേടി, നമ്മെ പരതി നമുക്കിടയിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മുടെ ജോലി മേഖലയിലൂടെ, നാം സഞ്ചരിക്കുന്ന ഇടങ്ങളിലൂടെ, നമ്മുടെ ചിന്താധാരകളിലൂടെയൊക്കെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പച്ചയായ ആവിഷ്കാരമാണ് മത്തായി സുവിശേഷം 4 നമ്മൾ കാണുന്നത്. ഒരു കടൽ തീരത്തുകൂടെ ആരെയോ പ്രതീക്ഷിച്ചെന്നതുപോലെ നടക്കുന്ന മിശിഹാതമ്പുരാനെ നമ്മുടെ ജീവിതവുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കണം. എപ്പോഴും ഈ ഒരു മുഖം, ഈ ഒരു വ്യക്തിത്വം, ഈ ഒരു കാൽപ്പാടുകൾ നമുക്കിടയിലുണ്ട്. നാം ആയിരിക്കുന്ന ഗലീലിയിൽ, നാം ആയിരിക്കുന്ന ജീവിതത്തിന്റെ ഇടങ്ങളിൽ ഈ ദൈവം നമ്മളെ അന്വേഷിച്ച് നമ്മിൽ നിന്നുള്ള റെസ്പോൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ നടക്കുന്നുണ്ട്. ഇതൊരു പ്രപഞ്ച സത്യമാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതും നാം അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്നതുമായ ഒരു സത്യമാണിത്. ഇങ്ങനെ നടക്കുന്ന ഈശോനാഥന്റെ കണ്ണുകളിൽ 2 മുഖങ്ങൾ ഉടക്കുകയാണ്. അവന്
വിട്ടുപിരിയാൻ കഴിയാത്തതുപോലെ രണ്ട് വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ എത്രയോ ആളുകൾ, എത്രയോ ബുക്കുവര്, എത്രയോ കച്ചവടക്കാര് ആ കടൽ തീരത്തുകൂടെ നടക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെ മുഖങ്ങളിലേക്ക്, രണ്ടുപേരുടെ കണ്ണുകളിലേക്ക് അവന്റെ കണ്ണുകൾ ഉടക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. ഇതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ള വിചാരം. വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അത്ഭുതം കാണുന്നവരും വിശുദ്ധ കുർബാന കാണുന്നവരും ദൈവത്തെ മനസ്സിലാക്കുന്നവരും ദൈവത്തിൽ നിന്ന് പലതും സൗജന്യമായി സ്വീകരിച്ചവരുമൊക്കെയാണ്. ഇതൊക്കെ വിളിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ അതിനപ്പുറത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു നമ്പറുണ്ട്, ഒരു ഗണമുണ്ട്. അതിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിളി കൊണ്ട് വലിയ അർത്ഥമില്ല. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുവാനും മറ്റൊരു ക്രിസ്തുവായി ലോകത്തിൽ നാം രൂപാന്തരപ്പെടുവാനുമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടാമത്തെ ദൌത്യം ദൈവം എന്നെ വിളിച്ചു എന്നതിലല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നതിലാണ് നാം അഭിമാനിക്കേണ്ടത്. അതൊരു വലിയ അനുഭവമാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ നമ്മുടെ ജീവിതം അസ്വസ്ഥമാകണം. എങ്കിൽ മാത്രമേ ജീവിതത്തിന് പുതിയൊരു അർത്ഥം, പുതിയൊരു ഗാംഭീര്യം, പുതിയൊരു തലം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുകയുള്ളൂ. ഇതാ രണ്ടുപേരിലേക്ക് മിശിഹായുടെ കണ്ണുകൾ നിബദിക്കുമ്പോൾ അവരിലേക്ക് ഓടിയണയുന്നു. ഒറ്റ വാക്കിൽ സുവിശേഷകൻ ഇതൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലുള്ള വൈകാരികത നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അവരെ കാണുമ്പോൾ ഒരുപക്ഷെ ഏറെ നേരം ക്രിസ്തു വരെ നോക്കിയിരുന്ന് കാണണം. അവരുടെ വലവീശിക്കൊണ്ടിരുന്നു എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തുനാഥൻ അവരെ ആദ്യമായിട്ട് കാണുമ്പോൾ അവർ രണ്ടുപേരും വലവീശിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മത്തായി ശ്ലീഹ അവരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ കടലിനോടുള്ള അവരുടെ പരിചയം, വലയോടുള്ള അവരുടെ ഇണക്കം, അവരുടെ ജോലിയോടുള്ള അവരുടെ ഇഴുകിച്ചേരൽ, മത്സ്യം പിടിക്കാനുള്ള അനായാസത, മറ്റുള്ളവർ അവരെ നോക്കി പഠിക്കുന്നത്, ഇതൊക്കെ കുറച്ചു സമയമെങ്കിലും മിശിഹാ കർത്താവ് അവരെ കണ്ട് പഠിച്ചിട്ടുണ്ടാകണം, അവരെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതിനുശേഷമാണ് ക്രിസ്തു അവരുടെ ജീവിതങ്ങളിലേക്ക് പോകുന്നത്. എത്രയോ തവണ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. രാവും പകലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം, രാവും പകലും നമ്മെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഒരു ദൈവം, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തി, എന്തിനേറെ പറയുന്നു, നാം ഉറങ്ങുന്നത് പോലും വാച്ച് ചെയ്യുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് ഉറക്കത്തിൽ പോലും നാം വിചാരമുള്ളവരാകണം, ദൈവ ചിന്തയുള്ളവരാകണം, ദൈവത്തെക്കുറിച്ചുള്ള എരിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഏത് ജോലി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു അതിനുള്ള അർപ്പണ ബുദ്ധി നമുക്കുണ്ടാകണം. അവിടെയാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. പലരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കളഞ്ഞിട്ട് ദൈവത്തിന്റെ പിന്നാലെ എന്ന് പറഞ്ഞ് കാപട്ടി നടിക്കാറുണ്ട്. അതൊക്കെ വളരെ കപടമുഖങ്ങളാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ അത് ദുഃഖത്തിന്റെ പാനപാത്രമാണെങ്കിലും കണ്ണുനീരാണെങ്കിലും കയ്പുനീരാണെങ്കിലും അത് കുടിച്ചിറക്കിക്കൊണ്ട് അതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ആ വേദനയിലും ആ ദുഃഖത്തിലും ആ കയ്പുനീരിലും കണ്ണുനീരിന്റെയും ഒക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ സഹനങ്ങളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നാം നമ്മുടെ ജോലികൾ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മൾ പ്രീതിപ്പെടുന്നതും ദൈവം സത്യമായും എന്നെയും നിങ്ങളെയും വിളിക്കുന്നതും. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ഒരിക്കലും നമ്മൾ ശപിക്കരുത്, സ്വയം പഴിക്കരുത്. അതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളാണ്. ആ ജീവിത സാഹചര്യങ്ങൾ, ആ വേദനകൾ, ഇല്ലായ്മകൾ, ആ ദുഃഖങ്ങൾ, ആ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ ജീവിത പങ്കാളി, ആ സഹോദരൻ അതല്ലായിരുന്നു വേറൊരാളായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെയുള്ള നമ്മുടെ ചിന്ത വെറും കാപട്യമണിഞ്ഞ മുഖമാണ് എന്ന് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട്, അതിനെയൊക്കെ കനിവോടെ ഉൾക്കൊണ്ട്, അതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ വ്യാപൃതരാകുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ അണയുന്നത്, ക്രിസ്തുനാഥൻ നമ്മിൽ ഒരു പുതിയ മനുഷ്യനെ തിരയുന്നത് എന്ന കാര്യവും നമ്മൾ മറന്നു പോകരുത്. ഇതാ അന്ത്രയോസിനെയും പത്രോസിനെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അവരുടെ അർപ്പണബോധത്തിൽ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ അവർ എത്രമാത്രം ആഴത്തിൽ അവർ തർപ്പണം ചെയ്തു എന്ന് കണ്ട കർത്താവ് അവരിലേക്ക് വരികയാണ്. പിന്നീട് മറ്റെല്ലാവരെയും അവിടുന്ന് വിടുകയാണ്. ആ കടൽ തീരത്ത്, ഗലീലി കടൽ തീരത്ത് ആ സമയത്തുണ്ടായിരുന്ന 100 കണക്കിന് മുക്കുവരെയും കച്ചവടക്കാരെയും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെയും അവിടെ അലഞ്ഞു നടക്കുന്നവരെയും ഒക്കെ വിട്ടിട്ട് ഈ രണ്ടുപേരിലേക്ക് മാത്രം അവിടുന്ന് ഫോക്കസ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകത്തിന്റെ ഏത് കോണുകളിൽ പോയി നമ്മൾ ഒളിച്ചാലും നമ്മുടെ ദൈവത്തിന് അനായാസം നമ്മുടെ അടുക്കൽ വരാൻ കഴിയും. ഏത് മാളത്തിൽ, ഏത് ദുഃഖത്തിന്റെ വേദനയുടെ തകർച്ചയുടെ നിരാശയുടെ തലങ്ങളിൽ നമ്മൾ ജീവിതത്തിന്റെ മുഖ്യധാരകളിൽ നിന്നൊക്കെ മാറി എവിടെ പോയി ഒളിച്ചാലും, മരുഭൂമിയിൽ തളർന്നു കിടക്കുന്ന ഏലിയ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന അതേ ദൈവം നമ്മളെ അന്വേഷിച്ചു വരും. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ത്രയോസിനെയും പത്രോസിനെയും ദൈവം ഉയർത്തുകയാണ്, അവരിലേക്ക് ഓടിയണയുകയാണ്. ക്രിസ്തുനാഥൻ അവരോട്
അവരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയുന്നത് ഒരു വചനമുണ്ട്. വളരെ മനോഹരമാണ്, വളരെ ഹൃദ്യസ്ഥമാണത്. കൈകൊടുത്തിട്ട് അവരുടെ ജീവിതത്തെ പിടിച്ചുയർത്തിയിട്ട് പറയുകയാണ്, വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അതായത് അവർ മത്സ്യം പിടിക്കുന്നവരാണ്. ഇതറിയാവുന്ന ക്രിസ്തുനാഥൻ എങ്ങനെയാണ്, ഏത് ആത്മാർത്ഥതയോടെയാണ് അവർ മത്സ്യം പിടിക്കുന്നതെന്ന് അറിഞ്ഞ ക്രിസ്തുനാഥൻ ഒരു പുതിയ ദൌത്യത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയാണ്. വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ദൈവം നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏത് തലത്തിൽ, ഏത് ആത്മാർപ്പണത്തിലാണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ നമ്മൾ വ്യാപൃതരായിരിക്കുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകളിൽ നമ്മൾ വ്യാപൃതരാകുന്നത്, അവിടെ നിന്നുമാണ് ദൈവത്തിന്റെ മുഖം, ദൈവത്തിന്റെ കരം നമ്മിലേക്ക് നീണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏറ്റവും വളരെ അർപ്പണത്തോടെ, ഏറ്റവും വലിയ സമർപ്പണത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എത്രമാത്രം അതിൽ നമ്മൾ പിന്നോട്ട് പോയാലും, എത്രമാത്രം അത് നമ്മളെ തളർത്തിയാലും അതിനോട് ആത്മാർത്ഥത കാണിക്കണം. അവിടെയാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്. പാദ്രെ പിയോ എന്ന വിശുദ്ധൻ, ഇപ്പോഴാണ് അദ്ദേഹം വിശുദ്ധനായിട്ടിരിക്കുന്നത്. അദ്ദേഹം പഠിക്കുന്ന കാലം മുതൽ നമുക്കറിയാം, അത്രയ്ക്ക് വലിയ സമർത്ഥനൊന്നുമായിരുന്നില്ല. പല പ്രാവശ്യം വൈദിക വൃത്തി ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചയക്കുറവ് കൊണ്ട്, പഠിക്കാനുള്ള സാമർഥ്യം കൊണ്ട് ആ മേഖലയിൽ നിന്നൊക്കെ പോകേണ്ടി വരുമെന്ന് പേടിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് ലോകത്താകമാനമുള്ള 10,000-കണക്കിന് വൈദികർ അദ്ദേഹത്തെ നോക്കിയാണ് പഠിക്കുന്നത്. അത്രമാത്രം വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നു. ഒരു വൈദികൻ എങ്ങനെയാണ് കുമ്പസാരിപ്പിക്കേണ്ടത്, ഒരു വൈദികൻ എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടതെന്ന് പാദ്രെ പിയോ എന്ന വൈദികൻ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള സമർപ്പണമാണ് നമ്മളെ കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ജോലികൾ, അത് നമ്മുടെ ഭൗതിക ഉത്തരവാദിത്തങ്ങളാകട്ടെ, ആത്മീയ ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട്, നിരാശ കൂടാതെ അതിനുവേണ്ടി നമ്മൾ അർപ്പണം ചെയ്യുകയും അതിൽ നമ്മൾ വിജയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നവനെ ദൈവം വലിയ കാര്യങ്ങളിലും അനേക കാര്യങ്ങളിലും ദൈവം അവനെ വിശ്വസ്തനാക്കും. അനേക കാര്യങ്ങൾ ദൈവം അവരെ ഭരമേൽപ്പിക്കും. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതെന്ന് തോന്നുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നമ്മൾ ചെയ്യുക. ആദ്യം നല്ലൊരു അപ്പനാകുക, ഒരു നല്ല അമ്മയാകുക, നല്ലൊരു സഹോദരനാകുക, ആദ്യം നല്ലൊരു എംപ്ലോയി ആകുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹാരിതയോടെ അത് ചെയ്യുക. നിന്റെ മേലുദ്യോഗസ്ഥർ നിന്നെ അഭിനന്ദിക്കട്ടെ. അതുപോലെ തന്നെ അപ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ശുശ്രൂഷയിൽ ഒരു സ്പിരിച്വൽ എംപ്ലോയി ആകാൻ സർവശക്തനായ ദൈവം നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ മറ്റുള്ളതിനെയൊക്കെ നിസാരമെന്ന് കരുതി അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടല്ല നമ്മൾ അതൊരു കാവട്യമാണ് ദൈവരാജ്യം അന്വേഷിച്ച് നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ക്രിസ്തുനാഥൻ കൈകൊടുക്കുകയാണ്. രണ്ടുപേരും അവിടെ എഴുന്നേൽക്കുകയാണ്. മനോഹരമായ വചനഭാഗങ്ങൾ. വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇത് കേട്ട മാത്രയിൽ പത്രോസും അന്ത്രയോസും ആ കരങ്ങളിൽ പിടിക്കുകയാണ്. അവർ അവിടെ നിന്നും ആ വള്ളവും വലയും പടകുമൊക്കെ ഉപേക്ഷിച്ച് അവർ ക്രിസ്തുവിനോടുകൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് അവരുടെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള ക്രൈസ്തവ സഭയുടെ ചരിത്രം ആണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും വിശുദ്ധ പത്രോസ്ലിഹ, അദ്ദേഹം എങ്ങനെയാണ് ഈ മനുഷ്യരെ പിടിക്കുന്നവരായിത്തീർന്നത്. ജീവിതത്തിന് ഉയർച്ച താഴ്ചകളിലൂടെയൊക്കെ പോയ മനുഷ്യനാണ്. മറ്റാരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ചെയ്താൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും 3 പ്രാവശ്യം ബോധപൂർവം തള്ളിപ്പറഞ്ഞ മനുഷ്യൻ. എന്നിട്ടും ജീവിതത്തിൽ പലതവണ ഉയർച്ച താഴ്ചകളിലൂടെ, വൈകാര്യ തലങ്ങളിലൂടെ ഒക്കെ പോയി ക്രിസ്തുനാഥൻ തന്നെ അവനെ തിരുത്തുന്നുണ്ട് പലപ്പോഴും. എന്നാൽ സഭയുടെ മൂലക്കല്ലായ ക്രിസ്തു, സഭയുടെ താക്കോൽ പിന്നീട് പത്രോസ്ലിഹായെ ഏൽപ്പിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് കടന്നുപോകുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ അതേ സ്ഥാനത്ത് നിൽക്കുവാൻ ദൈവം പത്രോസിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു ദൌത്യമായി ഞാൻ നിങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. ഇതേ താക്കോലുമായി ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും തേടുന്നു. നാം ആയിരിക്കുന്ന സ്ഥലത്തെ പത്രോസ് ആകുവാനും അന്ത്രോസ് ആകുവാനും. അന്ത്രയോസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത, പത്രോസിനെ കണ്ടെത്തി മിശിഹായ്ക്ക് പരിചയപ്പെടുത്തുന്നത് അന്ത്രയോസ് ആണെന്ന് മറ്റൊരു സുവിശേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ ആളുകളെ, എത്രയോ സുവിശേഷകരെ വാർത്തെടുക്കുവാൻ, അവരെ കണ്ടെത്തുവാൻ, അവരെ ക്രിസ്തുവുമായി കൂട്ടിയോജിപ്പിക്കുവാനുള്ള വലിയ ദൌത്യം ദൈവം നമ്മെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അന്വേഷിച്ച്, ക്രിസ്തുവിന്റെ പിന്നാലെ മറ്റെല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരെ പോലെ നമുക്കും ഈ ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം. പലപ്പോഴും പോകുന്ന വഴിക്കൊക്കെ നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ കൂടിക്കിടക്കുന്നത് കൊണ്ട് നമ്മുടെ തറാസാണ് എപ്പോഴും താഴേക്ക് കിടക്കുന്നത്. കാരണം നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ, എനിക്കിനി ഇത് ബാക്കിയുണ്ട്, ഇത് ഞാൻ ചെയ്തിട്ടില്ല, കുടുംബത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി ആദിയും വ്യാധിയും നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട്
ദൈവരാജ്യത്തിന് തുലോം വില കൽപ്പിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. പലപ്പോഴും വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പരാജയത്തിന്റെ കാരണവും ഇതാണ്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ദൈവം നിറവേറ്റിത്തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം അതോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി മനസ്സിനെ പൂർണ്ണമായിട്ടും അർപ്പണം ചെയ്യണം. വല ഉപേക്ഷിച്ചു. എങ്ങനെ പത്രോസും അന്ത്രയോസും വല ഉപയോഗിച്ചിരുന്നുവോ, മത്സ്യം പിടിക്കാൻ അവർ എങ്ങനെ വല ഉപയോഗിച്ചുവോ, അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ശ്രേഷ്ഠതയിൽ അവർ മനുഷ്യരെ പിടിക്കാൻ അവർ വലകൾ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവരുടെ ശ്രേഷ്ഠത. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ടാലന്റുകളുണ്ട്, ഒത്തിരി കഴിവുകൾ നമുക്കുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ദൈവരാജ്യത്തിന്റെ നെറ്റുമായിട്ട് നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കണം. ദൈവരാജ്യത്തിന്റെ വലയുമായിട്ട് എങ്ങനെ ഇതിനെ എനിക്ക് മനുഷ്യരെ നേടാൻ കഴിയും, ആത്മാക്കളെ നേടാൻ കഴിയും, തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് പ്രത്യാശ കൊടുക്കുവാൻ എങ്ങനെ കഴിയും, ദൈവമില്ലാത്ത ഒരുവന് ദൈവാംശം എത്തിച്ചു കൊടുക്കുവാൻ, ദൈവത്തെക്കുറിച്ചുള്ള വിചാരം പരിശുദ്ധാത്മാവിനെ അവന് എത്തിച്ചു കൊടുക്കുവാൻ എങ്ങനെ കഴിയും, നിരാശ പൂണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഇല്ല എന്നെ തേടുന്ന ഒരു ദൈവമുണ്ട്, അവനെന്നെ കരുതിക്കൊള്ളുമെന്ന് അവനെ വിശ്വസിപ്പിക്കുവാനും അവനെ പറഞ്ഞു മനസ്സിലാക്കുവാനും ഞാൻ എങ്ങനെ പരിശ്രമിക്കും, ഇങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മുടെ തിരകളിലേക്ക് ഒഴുകിയെത്തണം. ഇങ്ങനെയുള്ള വിചാരങ്ങൾ നമ്മുടെ തലയെ, ആ ചിന്തകൾ നമ്മുടെ ശിരസിനെ മഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന തലങ്ങളൊന്നും ആയിരിക്കില്ല. അതിനൊക്കെ എത്രയോ പടി ഉയരങ്ങളിൽ നമ്മൾ എത്തേണ്ടതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന തലത്തിൽ എത്തിച്ചേരേണ്ടതാണ്. എത്രയോ പ്രമോഷനുകൾ നമ്മളുടെ അലംഭാവം മൂലം ലാപ്സായി കിടക്കുന്നു ആത്മീയ ലോകത്ത്. നമ്മൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? ഇന്ന് നമ്മൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായി അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ ഒരു കുടുംബത്തിലെ കുടുംബനാഥനായി ഒതുങ്ങി നിന്നുകൊണ്ട് ആ ചുറ്റളവിലുള്ള കാര്യങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നു. അബ്രഹാത്തെക്കുറിച്ചുള്ള ഒരു വചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപത്ത് ഇരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കൂടാരവാതിക്കൽ ഇരിക്കുമ്പോൾ 3 ആളുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. 99 വയസ്സെത്തിയ ഒരു വൃദ്ധൻ അബ്രഹാം പിതാവ്. അദ്ദേഹം ഇരിക്കുമ്പോൾ 3 ആളുകൾ തന്റെ മുമ്പിൽ നിൽക്കുന്നത് അബ്രഹാം കാണുകയാണ്. ഇവിടെ കാണുന്ന വചനം ഇതാണ്: അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്ക് എതിരെ നിൽക്കുന്നത് കണ്ടു. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം പ്രിയപ്പെട്ടവരെ. നമ്മളുടെ ചുറ്റുപാടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ അതിനപ്പുറത്തേക്ക് വലിയ ശുശ്രൂഷകൾ, തല ഉയർത്തി നോക്കുന്ന വലിയ അനുഭവം, അതിനപ്പുറത്തേക്ക്, ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് എന്നെക്കൊണ്ട് എന്റെ സേവനം എന്താണ്, എനിക്ക് ആ ദേശത്ത് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് അതിനപ്പുറത്തുള്ള, ഈ രാജ്യത്തിനപ്പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥനയിൽ എങ്ങനെ കൂടിച്ചേരാൻ കഴിയും, ദൈവവേല എനിക്ക് ഇവിടെയായിരുന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിചാരങ്ങൾ സീരിയസ് ആയി നമ്മുടെ ഉള്ളിൽ വരണം. അപ്പോൾ ദൈവം വലിയ ആശയങ്ങൾ നമുക്ക് ഇട്ടുതരും. അങ്ങനെ നമ്മൾ പടിപടിയായി വളർന്നുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ മരണം വരെ നമ്മൾ അതിനുള്ളിൽ ചുറ്റപ്പെട്ടു പോകും എന്ന കാര്യം മറന്നുപോകരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, തല ഉയർത്തി നോക്കുന്ന ഒരു വലിയ ദൈവാനുഭവം നമുക്കുണ്ടാകണം. അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഒത്തിരി നന്മകൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് കർത്താവിന്റെ വചനം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ മനോഹരനായ ഒരു മനുഷ്യനെക്കുറിച്ച്, ജന്മം കൊണ്ട് തന്നെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് സാമുവേൽ പ്രവാചകന് ലഭിച്ച വെളിപ്പെടുത്തലുകളും സാമുവേല് അദ്ദേഹവുമായി നടത്തുന്ന ദൈവിക ഇന്ററാക്ഷനുമൊക്കെ ആ പുസ്തകത്തിൽ, 1-ാമത്തെ സാമുവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കിഷ് എന്നുള്ള ഒരു അപ്പന്റെ മകനെക്കുറിച്ചാണ് ഈ പുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. കിഷിന്റെ പുത്രനായ ഒരുവനെക്കുറിച്ച്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരണം തന്നെ ഇങ്ങനെയാണ്: അവനെപ്പോലെ തലയെടുപ്പുള്ള വേറൊരാള് ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഇസ്രായേലിൽ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ ആളുകളും, ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവം തെരഞ്ഞെടുത്ത മക്കളാണ്. ദൈവം അഭിഷേകം ചെയ്ത്, ദൈവം ചുറ്റിനും വേലികെട്ടി, ദൈവം തലമുറകളോളം സംരക്ഷിച്ച്, ദൈവം പദ്ധതിയിട്ട് ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന് ഒരു ജനമായി ദൈവം ആശീർവദിച്ചിരിക്കുന്ന മക്കളാണ് ഇസ്രായേൽക്കാര്. ആ ഇസ്രായേൽക്കാരിലെ മറ്റൊരു മനുഷ്യൻ പോലും ഇദ്ദേഹത്തെ പോലെ തലയെടുപ്പുള്ളവനായിട്ട് ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഈ മനുഷ്യന്റെ തോളൊപ്പമേ എത്തുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പോലെ കോമളനായി, ദ ഹാൻസം മാൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത്. ഇത്രയും അഴകൊത്ത ഒരു മനുഷ്യൻ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല അത്രേ. അതാണ് സാവൂളിനെ കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള പരാമർശം വരുന്നത് തന്നെ അപ്പന്റെ കഴുതകൾ നഷ്ടമാകുന്നു. കിഷിന്റെ കഴുതകൾ അദ്ദേഹത്തിന് നഷ്ടമാകുമ്പോൾ
ഈ കഴുതകളെ അന്വേഷിച്ച് അപ്പൻ മകനെ വിടുകയാണ്. വലിയൊരു ദൗത്യം കൊടുത്തു വിടുകയാണ്. എന്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ നീ കൊണ്ടുവരിക, അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ കാലഘട്ടത്തിൽ കഴുതകളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അല്ലെങ്കിൽ ന്യൂ ജനറേഷനൊക്കെ അതൊക്കെ ഒരു പരിഹാസ്യമായിട്ടേ തോന്നുകയുള്ളൂ. കഴുതകൾ എന്താണ്? ഒരുപക്ഷെ നമ്മളുടെ വാഹനം, നമ്മളൊരു കാറ് നഷ്ടപ്പെട്ടു, അത് അന്വേഷിച്ച് നമ്മൾ നടക്കുന്നു എന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് തിരുത്തി വായിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ കഴുതകളെ അന്വേഷിച്ച് നടക്കുന്ന കിഷിന്റെ പുത്രനായ സാവൂളും അദ്ദേഹത്തിന്റെ ഭൃത്യനെയും കുറിച്ചാണ് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുമ്പോൾ, കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഈ ഭൃത്യൻ യജമാനന്റെ പുത്രനോട് പറയുകയാണ്, അല്ലയോ യജമാനനെ, ഈ ദേശത്തൊരു ദൈവപുരുഷനുണ്ട്, നമുക്ക് അദ്ദേഹത്തെ പോയി കാണാം. അദ്ദേഹത്തിന് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ കണ്ടെത്തുവാൻ അദ്ദേഹം നമ്മളെ സഹായിക്കും. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു ഉപദേശം തരുവാൻ, ഒരു ദർശനം തരുവാൻ കഴിയുമെന്ന് പറയുകയാണ്. അത് കേട്ട മാത്രയിൽ സാവൂൾ അത് അനുസരിക്കുകയാണ്. അപ്പോൾ സാവൂള് ഈ ഭൃത്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിഷ്കളങ്കമായ ഒരു ചോദ്യം. നാം എന്ത് അദ്ദേഹത്തിന് കാഴ്ചവെക്കും? ഇങ്ങനെ ഒരു ദീർഘദർശിയെ കാണാൻ പോകുമ്പോൾ നാം എന്ത് അദ്ദേഹത്തിന് കൊടുക്കും? നോക്കുക, പലപ്പോഴും നമ്മൾ പള്ളിയിൽ പോകുന്നതും ഒവേന ചൊല്ലുന്നതും തീർത്ഥാടനം നടത്തുന്നതുമൊക്കെ എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ചാണ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ അവനിൽ തന്നെ വ്യത്യസ്തനാകണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വെറും സാധാരണക്കാരായ ജനക്കൂട്ടത്തിൽ ഒരുവനെന്ന് നമ്മളെ നോക്കി ക്രിസ്തു പറയുന്നെങ്കിൽ യാതൊരു വിലയുമില്ലാത്ത മനുഷ്യരാണ് നമ്മൾ വെറും എന്താണ് പറയാ, വൺ ഓഫ് ദ ക്രൗഡ്, ജനക്കൂട്ടത്തിൽ ഒരുവൻ. അതിലെന്തർത്ഥമാണുള്ളത്? അതിനപ്പുറത്തേക്ക് നമ്മൾ വളരണം. നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും നീ വിശിഷ്ടനുമാണെന്ന് ദൈവം നമ്മെ നോക്കി പറയാനിട വരണം. അത്രത്തോളം നമ്മൾ നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ചിന്താധാരകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നമ്മൾ കൊടുക്കലുകൾ കൊണ്ട് ഒക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പോഴാണ് ഈ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നത്. നോക്കുക, എല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന സമയത്ത് ഇതാ ആ കഴുതകളെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് ചുറ്റുപാടിനും അവർ അന്വേഷിക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ പറയുകയാണ്, ഈ ദീർഘദർശിക്ക് ഞാൻ എന്തു കൊടുക്കും? ഈ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ വേണം. എന്ത് ഞാൻ എന്റെ ദൈവത്തിന് കൊടുക്കും? ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ഞാൻ കൊടുക്കും? ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇതാണ് ആദ്യം ചോദിക്കേണ്ടത്. ദൈവമേ, ഇന്ന് നീ എന്നെ ഉണർത്തി, നിന്റെ ദാനം, ഈ ദിവസം ഞാൻ എന്ത് നിനക്ക് തരും? എനിക്ക് വേണ്ടി ഞാൻ എന്റെ വയറിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഇന്ന് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, നാടിനു വേണ്ടി ചെയ്യും. പക്ഷെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഓരോ ദിവസവും ഇതിന് ഉത്തരം കൊടുത്തിട്ടാണ് നമ്മുടെ കിടക്കയിൽ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ജോലി മേഖലകളിലേക്ക്, എവിടെയാണോ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, അവിടേക്ക് പോകേണ്ടത്. അപ്പോഴാണ് നോക്കുക, അങ്ങനെ ദീർഘദർശിയെ, പ്രവാചകനെ അന്വേഷിച്ചുള്ള യാത്ര സാമുവേലിന്റെ മുന്നിൽ അവസാനിക്കുകയാണ്. ഒരു വലിയ മലയുടെ മുകളിൽ അദ്ദേഹം ബലിയർപ്പിക്കാൻ പോകും. അദ്ദേഹം ബലിയർപ്പിക്കുന്നത് ആ ദേശത്തിന് അനുഗ്രഹമാണെന്നറിയാം. അതുകൊണ്ട് ആ ദേശത്തിലുള്ള ഒരു മനുഷ്യൻ പോലും ഇദ്ദേഹത്തിന്റെ ബലിയർപ്പണം കഴിയാതെ ഭക്ഷണം കഴിക്കുകയില്ല. അവരെല്ലാം ഉപവസിച്ച് സാമുവേൽ പ്രവാചകൻ ബലിയർപ്പിക്കുന്നതും കൊതിച്ച് ഇരിക്കുകയാണ്, ഒരു ദേശം മുഴുവനും. അങ്ങനെ അത് കണ്ട് ആ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ഇതെല്ലാം കണ്ട് ഇതാ പ്രാർത്ഥനയോടെ ചുറ്റുപാടുകളിലും തങ്ങളുടെ കൂടാരങ്ങളുടെ വാതുക്കലെല്ലാം ഇരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് ആ തീഷ്ണത മനസ്സിലാക്കി സാവൂൾ എന്ന മനുഷ്യൻ, സാവൂൾ എന്ന ഇസ്രായേലിന്റെ രാജാവായി തീരേണ്ട രാജകുമാരനായി അദ്ദേഹം മല കയറുകയാണ്, മലയുടെ മുകളിൽ കയറുകയാണ്. അങ്ങനെ സാമുവേലിനെ കാണുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ആ രാത്രി ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം സാമുവേല് സ്വന്തം ഭവനത്തിലേക്ക്, ഭവനത്തിന്റെ മുകൾ തട്ടിൽ ഉറങ്ങാൻ അവനെ കൊണ്ടുപോകുന്നു. ദൈവം സാമുവേലിനോട് സാവൂളിനെ കുറിച്ചുള്ള മനോഹരമായ ദർശനങ്ങൾ മുന്നമേ കൊടുത്തിരുന്നു. അത് മനസ്സിലാക്കിയ സാമുവേല് ഒരുങ്ങിയിരിക്കുകയായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു. ഒരു രാജാവ്, ഒരു അഭിഷിക്തൻ ഇതാ എന്നെ തേടി വരും, അവനെ അഭിഷേകം ചെയ്യേണ്ടത് എന്റെ ദൗത്യമാണെന്ന് അറിഞ്ഞ സാമുവേല് ഇസ്രായേലിന് ഒരു രാജാവിന് വേണ്ടി ഇസ്രായേൽ മക്കൾ കൊതിയോടെ വർഷങ്ങളോളം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ സാമുവേലും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ആരെയാണ് ഞാൻ രാജാവായി വാഴിക്കേണ്ടത്? ആരെയാണ് കർത്താവെ നീ എന്റെ അടുക്കിലേക്ക് അയക്കുക? അപ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ദൈവം സാമുവേലിന് വെളിപ്പെടുത്തുകയാണ്, ഇതാ വരുന്ന കോമളൻ, ഇതാ ഇവന്റെ തോള് ഒപ്പം പോലും ഇസ്രായേൽക്കാരെത്തുന്നില്ല, ഈ മനുഷ്യനാണ് ഞാൻ തെരഞ്ഞെടുത്തത്, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവ്. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ സാവൂളിനെയും കൂട്ടി മനോഹരമായ ഒരു തീർത്ഥയാത്ര, ഒരു അഭിഷേകയാത്ര നടത്തുകയാണ്. ആ യാത്ര അവസാനിക്കുമ്പോൾ ഒരു പാത്രം ഒലിവെണ്ണ സാവൂളിന്റെ തലയിൽ ശിരസിലൊഴിച്ചുകൊണ്ട് സാമുവേൽ പറയുന്നു, ദൈവം നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ധൈര്യമായിട്ട് പോവുക. പോകുന്ന വഴിക്കുള്ള അടയാളങ്ങൾ പോലും സാവൂളിന് നൽകപ്പെടുകയാണ് സാമുവേലിൽ നിന്നും.
നീ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, ദൈവം നിന്നെക്കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് കൃത്യമായി ദൈവം സാമുവേലിലൂടെ സാവൂളിനെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ വ്യഗ്രത, നമ്മുടെ കുട്ടികളെ കെട്ടിക്കാറായി വരുന്നു, നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, വീടില്ല, പണമില്ല, അതില്ല, ഇതില്ല, രോഗം കയറുന്നു, അസ്വസ്ഥതകൾ കയറുന്നു, ഇങ്ങനെയുള്ള ആദിയും വ്യാധിയും ഒക്കെയാണ്. പക്ഷേ അതിനൊക്കെയുള്ള മരുന്ന് കൃത്യമായി, അതിനൊക്കെയുള്ള പ്രതിവിധികൾ ദൈവം വളരെ കൃത്യമായി നമ്മെക്കുറിച്ച് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മളത് കണ്ടെത്തുകയും നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യാത്തതാണ് നമ്മളുടെ പരാജയം. നമ്മൾ അത് അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് ദൈവം ബോധപൂർവം അതൊക്കെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അതെന്റെ ജോലിയാണ്, എന്റെ ജോലി നീ ചെയ്യാൻ വരുന്നത് കൊണ്ട്, എന്നാൽ നീ അത് ഏറ്റെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ദൈവം നമ്മളൊരു വാശി പോലെ അതിങ്ങനെ പെൻഡിങ് കിടക്കുക പല കാര്യങ്ങളും. ഇതാ ആദ്യം തന്നെ പറയുകയാണ്, നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളണം, നീ ഇപ്പോൾ മുതൽ ദൈവമാണ് നിന്റെ ശിരസിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നീ ഇപ്പോൾ മുതൽ രാജാവാണ്, യാതൊരു സംശയവുമില്ല. ഇനിയും പോയി ഒരു വലിയ കർമ്മമൊന്നും ഇല്ല, എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു, എല്ലാ അഭിഷേകവും പൂർത്തിയായി. രാജാവിന്റെ അഭിഷേകത്തോടെയാണ് സാവൂൾ അവിടെ നിന്ന് മടങ്ങുന്നത്, അല്ലെങ്കിൽ മടങ്ങേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് സാവൂളിന് ദൈവം കൊടുക്കുന്ന അടയാളങ്ങൾ ആദ്യം തന്നെ കാണുകയാണ്. രണ്ടുപേര് എതിരെ വരുമെന്ന് സാമുവേൽ പറയുന്നുണ്ട്. വരുന്നവര് എന്താണ് പറയുന്നത് അറിയാമോ? കഴുതെ അന്വേഷിച്ച് 2-3 ദിവസമായിട്ട് നടക്കുകയാണ്. കഴുതെ കണ്ടുകിട്ടിയിട്ട് ദിവസങ്ങളായി, ഇന്ന് അപ്പം നിന്നെ അന്വേഷിച്ച് കരയുന്നു എന്ന് പറയും. അത് തന്നെ സംഭവിച്ചു. 2 പേര് വരികയാണ്, അവർ അദ്ദേഹത്തോട് അത് തന്നെ പറയുകയാണ്. വീണ്ടും സാവൂളിനോട് പറഞ്ഞു, അത് കഴിഞ്ഞ് കുറെ കൂടെ ഒരു കാലം പിന്നിടുമ്പോൾ വീണ്ടും 3 പേര് നിന്റെ അടുക്കിലേക്ക് വരും. അവർ ബലിയർപ്പിക്കാൻ പോവുകയാണ്. ഒരാളുടെ കയ്യിൽ 3 ആടുകളുണ്ടായിരിക്കും, ഒരാളുടെ കയ്യിൽ 3 അപ്പമുണ്ടായിരിക്കും, ഒരാളുടെ കയ്യിൽ തോൽക്കുടത്തിൽ വീഞ്ഞുണ്ടായിരിക്കും. അതിൽ 2 അപ്പം അവർ നിനക്ക് തരും, നീ അത് സ്വീകരിക്കണം. നോക്കുക, ബലിയർപ്പിക്കാൻ പോകുന്ന ഒരു വലിയ കൂട്ടായ്മയെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അത്രയും ദൈവം ഉയർത്തുകയാണ്. ബലിയോളം ഉയരുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. 2 അപ്പം അവിടെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു, വീണ്ടും ഒരു വലിയ മലയിറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കാണും. അവര് ചെണ്ട, സാരംഗി, കുഴൽ, കിന്നരം ഇതെല്ലാം വീട്ടിക്കൊണ്ട് ഈ സംഗീത ഉപകരണങ്ങൾ അകമ്പടിയോടുകൂടെ അവർ നൃത്തമാടിക്കൊണ്ട് വരുന്നത് കാണും. അവർ പ്രവചിച്ചുകൊണ്ടാണ് വരുന്നത്. വലിയൊരു പ്രവാചക ഗണമാണ്. നീയും അവരോടുകൂടെ പ്രവചിക്കാൻ തുടങ്ങും. അങ്ങനെ സാമുവേല് പറഞ്ഞതുപോലെ സാവൂള് കാണുകയാണ്. വലിയൊരു പ്രവാചക ഗണം തനിക്കെതിരെ വരുന്നു. അവര് പ്രവചിച്ചുകൊണ്ടുവരുന്നു. സാവൂള് അറിയാതെ അവരുടെ ഗണത്തിൽ ചേരുകയും അദ്ദേഹം പ്രവചിച്ചു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സാവൂളും പ്രവാചകനായി തീർന്നു എന്നുള്ളതാണ്. സാവൂളും രാജാവായി തീർന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഈ യാത്ര ആരംഭിക്കുമ്പോൾ ദൈവം സാവൂളിന് പുതിയൊരു ഹൃദയം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വിളിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടവരാണോ? ഇനിയും എത്ര ഉയരങ്ങളിലേക്ക് പോകേണ്ടതാണ്? വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്ന ക്രിസ്തുവിനെ കാണുക. വലിയ ദൌത്യങ്ങൾ നമുക്കിടയിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എത്രയോ പേര് 10-40 വയസ്സിന് ശേഷം അവര് ദൈവവിളി തിരിച്ചറിഞ്ഞ് വൈദിക വൃത്തിയിലേക്ക്, സെമിനാരിയിലേക്ക് വീണ്ടും സെമിനാരി സ്റ്റുഡൻസ് ആയിട്ട് പോയി വൈദികരായ എത്രയോ 100 കണക്കിന് ആളുകൾ നമുക്കിടയിലുണ്ട്. മലയാളികളായിട്ടും വിദേശത്തുള്ളവരുമായി എത്രയോ ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൌത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, അതിന്റെ മനോഹാരിത തിരിച്ചറിഞ്ഞ് ഏറ്റവും മനോഹരമായി ദൈവവേല ചെയ്യാൻ നമുക്ക് ഇടവരണം. വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വലിയൊരു ദൌത്യം നമുക്ക് സ്വീകരിക്കാം. അലഞ്ഞു നടക്കുന്ന മനുഷ്യനായിട്ടല്ല. ദൈവം നിന്നെ രാജാവായി, പ്രവാചകനായി, ദൈവം നിന്നെ ഒരു വലിയ പ്രാർത്ഥനക്കാരനായി, ദൈവം നിന്നെ വലിയൊരു പ്രേക്ഷിതനായി, ഒരുപക്ഷെ ദൈവം നിന്നെ പൗരോഹിത്യത്തിലേക്ക്, വലിയ ദൌത്യങ്ങളിലേക്കൊക്കെ വിളിക്കുന്നുണ്ടാകാം. അത് തിരിച്ചറിയുക. സർവശക്തിനു വേണ്ടി ജീവിതം ഹോമിക്കുക. ദൈവരാജ്യത്തിനു വേണ്ടി ഇനി മുതൽ വലയിറക്കി തുടങ്ങുക. ദൈവം അവിടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. മറ്റൊരു പത്രോസായി, മറ്റൊരു അന്ത്രയോസായി, മറ്റൊരു സാവൂളായി മാറാൻ ദൈവം നമ്മളെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ മേലും നമ്മുടെ തലമുറകളുടെ മേലും സദാ ഇറങ്ങുകയും വസിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും.